ഇന്നലെ ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഇന്നലെ ഏതാണ്ട് 12:45 1 മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആദ്യത്തെ ഉരുൾപൊട്ടലുണ്ടായി. ആ സമയത്ത് ചിലർ മുണ്ടക്കൈ അടക്കമുള്ള മേഖലയിലെ ചിലർ ആ സമയത്ത് എഴുന്നേൽക്കുകയും പിന്നീട് രക്ഷാപ്രവർത്തനമൊക്കെ തന്നെ പോവുകയും ചെയ്തു. ആ സമയത്താണ് വീണ്ടും ഉരുൾപൊട്ടലൊക്കെ സംഭവിക്കുന്നതാണ് നാട്ടുകാർ പറയുന്നത്. പലതവണ ഉരുൾപൊട്ടി, ഒരു തവണ മാത്രമല്ല. അങ്ങനെ രക്ഷാപ്രവർത്തനത്തിന് അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തനമായി എത്തിയവർക്ക് പോലും ജീവൻ നഷ്ടമാകുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായി എന്നതാണ്. അങ്ങനെ എന്താണ്, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഉള്ള ഒരു ദുരന്തം അത് വലിയ രീതിയിലാണ് ഈ ആളുകളെ, ഈ നാടിനെയൊക്കെ തന്നെ ബാധിച്ചിരിക്കുന്നതാണ്. ഒരു പാലം തന്നെ അപ്പാടെ ഒലിച്ചുപോയി, പുഴ രണ്ടായി ഒഴുകി, പല വീടുകളിലേക്ക് മണ്ണും കല്ലും പാറക്കഷ്ണങ്ങളും ഒക്കെ തന്നെ എത്തുന്നു. അത് ആളുകൾ പറയുന്നത് വളരെ ഭീതിജനകമായ ഒരു അന്തരീക്ഷമാണ്. ഒരുപാട് നേരം പല സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടി വന്നു. പക്ഷെ അപ്പോഴും ദിവേഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ 1-ാം നിലയിലൊക്കെ കയറി താമസിച്ച് അല്ലെങ്കിൽ അവിടെ നിന്ന് പുലർച്ചെ വരെ നോക്കി നിൽക്കുകയാണ് എങ്ങനെയെങ്കിലും പുറത്തേക്കൊന്ന് കടക്കണമെന്ന്. പക്ഷേ അതിന് പോലും സാധിക്കാതെ ഏറ്റവും ഒടുവിൽ രക്ഷാപ്രവർത്തനം എത്തിയ ശേഷമാണ് അവർക്ക് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നത്. അങ്ങനെ ഒരു ഭീതിജനകമായൊരു അന്തരീക്ഷം അത് തന്നെയാണ് ഇന്നലെ നമ്മൾ കണ്ടത്. സമാനമായ രീതിയിൽ അതിൻ്റെ അവശേഷിപ്പുകളാണ് നമ്മളിവിടെ എത്തുമ്പോൾ ഇന്ന് പുലർച്ചെയും പിന്നീട് ഇപ്പോഴും ഒക്കെ തന്നെ കാണാൻ കഴിയുന്നത്. ഏതായാലും ഇവിടുത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ കാഴ്ചകൾ അതീവ സങ്കടകരമാണ്. പക്ഷേ അത് നേരിട്ട് അനുഭവിച്ച ആളുകൾ എന്ന് പറയുമ്പോൾ അവരുടെ കണ്ണീരും അവരുടെ ആ ദുഃഖത്തിൻ്റെ ആഴവും നമുക്ക് വ്യാഖ്യാനിക്കാൻ അല്ലെങ്കിൽ നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരാന്നതിലും അപ്പുറത്താണ് എന്നതാണ്. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവിടെ ആൾതാമസമൊന്നും തന്നെ ഇല്ല. ഇവിടെയുള്ള ഈ പ്രദേശവാസികളൊക്കെ തന്നെ മറ്റ് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇവിടെ വൈദ്യുതി അടക്കമുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ പൂർണ്ണതോതിൽ പുനഃസ്ഥാപിച്ചിട്ടില്ല. 2, ഏത് നിമിഷവും ഉരുൾപൊട്ടലടക്കം സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ മുൻകരുതലിൻ്റെ ഒക്കെ തന്നെ അടിസ്ഥാനത്തിൽ ആളുകളെ മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ്. ഇത് ഒരു ഇന്നലെ വരെയും ഏറ്റവും സജീവമായി ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണോ എന്നോ, കടകളും വീടുകളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണോ എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. അങ്ങനെ കാണാൻ പോലും കഴിയില്ല. ആ രീതിയിൽ ഒരു പ്രദേശത്തെ അപ്പാടെ ഇല്ലാതാക്കിക്കൊണ്ട്, വീടുകളും റോഡുകളും ഒക്കെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് ഈ ദുരന്തം കടന്നു വന്നു എന്നതാണ്. തീർച്ചയായും ഇവിടെയുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരായുസ് മുഴുവൻ അവർ സമ്പാദിച്ച് സ്വരുക്കൂട്ടിയൊക്കെ തന്നെ ജീവിച്ച് മുന്നോട്ട് വരുമ്പോൾ നിസ്സഹായരായി പോകുന്ന ഒരു ദുരന്തത്തിന് മുന്നിൽ തീർച്ചയായും അവരെ സംബന്ധിച്ചിടത്തോളം അത് തീർച്ചയായും വളരെയധികം ആഗ്രഹിക്കാവുന്നതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ അവർക്ക് താങ്ങാനാവുന്നതിലും അപ്പുറത്തേക്കാണ് ഈ ദുരന്തം അവരെ ബാധിച്ചത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ്. പരിക്കേറ്റവരെ പല ആശുപത്രികളിലും വിംസ് ആശുപത്രിയിലടക്കം ഈ ആളുകളെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ശരിയാണ് ഫെലിക്സ്, ഓരോ ആശുപത്രിയിലേക്കും ചെന്നാൽ വിങ്ങിപ്പൊട്ടുന്ന അല്ലെങ്കിൽ നെഞ്ചുലയ്ക്കുന്ന കാഴ്ചകൾ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഉറ്റവരെ തേടി അവിടെ തമ്പടിച്ചിരിക്കുന്ന ആളുകൾ, ജീവൻ ബാക്കി കിട്ടിയ ജീവനോട് അല്ലെങ്കിൽ ജീവനുമായി അവിടെ തങ്ങളുടെ ഉറ്റവരെവിടെയെന്നറിയാതെ വിലപിക്കുന്ന ആളുകൾ, അങ്ങനെ സർവത്ര സങ്കടത്തിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അതാണ് ആളുകളുടെ വാക്കുകളിലും പ്രതികരണങ്ങളിലും പ്രകടമാകുന്നത്.